തിരുവനന്തപുരത്ത് റെയിൽവേ ടാങ്കറിൽ അഗ്നിബാധ. ഉപ്പളാമൂട് പാലത്തിന് സമീപമുള്ള ട്രാക്കിലാണ് സംഭവം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് തീ പിടിച്ചത്? വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നത്. അതിപ്പോൾ ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തായുള്ള ഉപ്പലാമൂട് പാലത്തിന് സമീപമാണ് ഈ പെട്രോൾ അടങ്ങുന്ന ടാങ്കറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ടാങ്കറിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു വലിയ ശബ്ദത്തോടെ തീ ഉണ്ടാവുകയായിരുന്നു. കാക്ക പോലെ ഏതോ ഒരു പക്ഷി വന്ന് അവിടെ ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു ശബ്ദവും തീപിടുത്തവുമാണ് എന്നാണ് കരുതുന്നത്. ഏതായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി ഇപ്പോൾ വെള്ളവും ഫോഗും ഉപയോഗിച്ച് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വൻ ദുരന്തത്തിനുള്ള ഒരു സാധ്യത തന്നെയായിരുന്നു. കാരണം നമുക്ക് ആ ടാങ്കറിനുള്ളിൽ പെട്രോളാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? കണ്ടവരുണ്ട്. ശബ്ദത്തോടെ ഒരു പൊട്ടലുണ്ടായി. ഭയങ്കര ഒരു ശബ്ദത്തോടെ പൊട്ടലുണ്ടായതിനു ശേഷമാണ് തീ പിടിക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയത്. എപ്പോഴായിരുന്നു സംഭവം? ഒരു കൂടിപ്പോയ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആവും. എങ്ങനെയായിരുന്നു ഈ ടാങ്കർ ഇവിടെ എത്തിയ സമയത്ത്? എങ്ങനെയായിരുന്നു? ടാങ്കർ ഇവിടെ കിടക്കായിരുന്നു. അപ്പോഴായിരുന്നു ഞങ്ങളെല്ലാം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കര ഒരു ശബ്ദം കേട്ടോ. വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഇത് കത്താൻ തുടങ്ങിയത്. ഡ്രൈവറെടുത്ത് പറഞ്ഞ് ഡ്രൈവർ ഇറങ്ങി വന്ന ശേഷമാണ് ഇവിടെ നമ്മളുടെ ഈ കടക്കാരെല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഫയർഫോഴ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് പോലീസിനെ വിളിച്ച് റെയിൽവേ വിളിച്ച് അതിനുശേഷം ആദ്യം അപ്പർ സൈഡിൽ പോലീസ് ഫയർഫോഴ്സ് വന്നു. അവർ വന്ന് വെള്ളം അടിച്ച ശേഷം ഇപ്പോൾ ഫോഗ് അടിച്ച് സമയം കൊണ്ട് ഫയർഫോഴ്സ് ഒരു 10-15 മിനിറ്റിനകത്ത് എത്തി. അപ്പോഴേക്കും ഈ തീ അതായത് മുകൾ ഭാഗത്തായിരുന്നു തീ കണ്ടത്. മുകളിൽ ആ കണ്ടെയ്നറിന്റെ ഇതിലാണ് ടാങ്കറിന്റെ വാൽവ് ഉണ്ടല്ലോ മുകളിൽ കാണുന്ന, അതിലായിരുന്നു തീ. മുകളിലെ ഇതില്ലേ നട്ടും ബോൾട്ടൊക്കെ ഇട്ട് അടപ്പ് കവർ ചെയ്തിരിക്കണില്ല, അതിന്റെ ഫുൾ റൗണ്ടിൽ തീ കത്തി. അതെ, ഫയർഫോഴ്സ് വന്ന ഉടനെ അണച്ച്. അതിന് അവിടെ തന്നെ റെയിൽവേ ഈ ഗാർഡ് ഉണ്ടായിരുന്നു ബാക്കിൽ നിന്ന്, പുള്ളിയും ഇറങ്ങി ഓടി വന്ന്. ഡ്രൈവറും പറഞ്ഞിട്ടും ആദ്യം ഡ്രൈവർക്ക് വിശ്വാസക്കുറവായിരുന്നു. പിന്നെ ഇറങ്ങി എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഇറങ്ങി വന്നു. വണ്ടി വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു ലൈൻ കിട്ടാൻ വേണ്ടി. വലിയൊരു വൻ ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും ഉണ്ടാകാൻ സാധ്യത. അത് അവസരോചിതമായ ഇടപെടൽ ഇപ്പോൾ ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ പുകയൊന്നും തന്നെ വരുന്നില്ല. ഈ സമയം റണ്ണിങ്ങിലായിരുന്നില്ല ട്രെയിൻ. ഈ ഗുഡ്സ് എന്നത് ഏറ്റവും പ്രധാനമാണ്. അതായത് ഈ ലൈൻ മറ്റൊരു ട്രെയിനിൻ്റെ പാസിങ്ങിന് വേണ്ടി, അതായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ലൈൻ ക്ലിയർ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഈ അപകടമുണ്ടായത്. ഒരു വലിയ ശബ്ദത്തോടെ മറ്റൊരാൾ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ, ഇത് കണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? വലിയൊരു സൗണ്ട് കേട്ട് മേളിൽ നിന്ന് ഒരു ആ വാൽവിൻ്റെ മേളിൽ ആ റൗണ്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ സാധാരണ വീട്ടിലേക്ക് തീ ഗ്യാസിൽ കത്തുന്ന പോലെ ഇങ്ങനെ ഗ്ലോ ആയിട്ട് കത്തുകയായിരുന്നു. മേൽവശം കത്തുകയായിരുന്നു. കത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. കുറച്ച് വണ്ടിയൊക്കെ ഇവിടുന്ന് അന്നേരം ഉള്ളവരെല്ലാം വണ്ടി മാറ്റി അവിടുന്ന് ഫയർഫോഴ്സ് അപ്പുറം സൈഡിൽ കൂടെ വന്ന് അവിടുന്ന് വെള്ളം ഒഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ഫോം ഒഴിച്ച് ഇത് അണച്ചു. ഈ ഫോം ഒഴിച്ച്, അതായത് തീ അണയ്ക്കാൻ, ഇത് വെള്ളം കൊണ്ട് അണയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഫോം ഉപയോഗിച്ചുള്ള ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുള്ള ആണ് തീ നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കാരണം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അടുത്ത് തന്നെയുണ്ട്. ഗാർഡും അതുപോലെ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസിൻ്റെയും ഫയർഫോഴ്സ് സംഘം എല്ലാം തന്നെ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഫയർ എഞ്ചിനിൽ നിന്ന് ഫോം ഉപയോഗിച്ച് ഈ തീ അണയ്ക്കുന്ന നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുരന്തം സാധ്യതകൾ ഒഴിവായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഗുഡ്സ് ട്രെയിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഏതായാലും ഒരു അപകട സാധ്യത പൂർണ്ണമായും അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. റണ്ണിങ്ങിലായിരുന്നില്ല ആ ട്രെയിൻ എന്നുള്ളതാണ് വലിയ ആശ്വാസം. എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇപ്പോൾ.